സോ ഹേ ഗൈസ്, അമ്പലത്തിൽ വന്ന് രാവിലെ നേരത്തെ എണീപ്പിച്ച് അമ്പലത്തിൽ വന്ന് ഇത് കഴിഞ്ഞിട്ട് കേരള പഴനിക്ക് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടുത്തെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലോട്ട് വന്ന് ഇവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞു. ഇനി നേരെ കേരള പഴനി, യെസ്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും തോന്നുന്നു, മറ്റേ മലയുടെ മുകളിലൊക്കെ പോണത്, നടന്നു പോണത്, അങ്ങനെ 1-2 ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിലോട്ട് നമ്മൾ പോവാണ്. ഓക്കെ, പിന്നെ അവിടുത്തെ വീഡിയോസൊക്കെ കാണിച്ചു തരാം കേട്ടോ. வானம் பறந்து பார்க்க ஏங்கும் பூக்கள் சிறகை நீட்டுதா, ஓடும் நதியினிலே ஓடம் ஓய்ந்து கரையை தேடுதா. என்றும் இவனும் குழந்தையா, வார்த்தை இன்னும் மழலையா, சிரிப்பில் இதயம் பொங்குதே, கருணை சிந்துதே. காற்று மலையில் மோதலாம், அந்த கடலில் சீரலாம், இந்த குழந்தை கூட்டத்தில் இவனும் தென்றலே. അമ്പലത്തിൽ വന്നിട്ട് കുറി കിട്ടില്ല. സുരിച്ചേട്ടൻ മാത്രം കുറി എടുത്തിട്ട് വന്നോളൂ. മറ്റേ ചുമല കളർ ചുമല വേണ്ട, ചുമലില്ല, ചുമല കിട്ടി നിങ്ങൾക്ക് ചുമല കിട്ടിയില്ല. ഒരാള് നേരത്തെ എണീറ്റു, വീടിന്റെ അടുത്തുള്ള അമ്പലത്തിൽ പോയി, ഒരു സെൽഫി എടുത്തോളൂ, കേരള പഴനിക്കും പോയി, ഇപ്പൊ ഇറങ്ങണം. ഗൈസ് പോയി ഇറങ്ങിക്കൊണ്ടിരിക്കുക, നടന്നോണ്ടിരിക്കുക. ശരി. അപ്പോൾ അമ്പലം ഇറങ്ങി കയറുമ്പോൾ വീഡിയോ എടുത്തില്ല. കയറുമ്പോൾ എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഞാൻ മുണ്ട് കൊടുത്തത് ശരിയല്ലായിരുന്നു, മുണ്ട് നേരെ പിടിക്കാനും പറ്റിയില്ല. അതിനുശേഷം എനിക്ക് കയറുമ്പോൾ കാല് നല്ല വേദനയും, എനിക്ക് കയറാൻ പറ്റാണ്ടായി, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബട്ട് ഇറങ്ങുമ്പോൾ മുണ്ടൊക്കെ ശരി എടുത്ത് കുറച്ച് സെറ്റായി. അപ്പോൾ ഇറങ്ങുമ്പോൾ വീഡിയോ എടുത്ത് സെറ്റല്ലേ. അപ്പോൾ അമ്പലത്തിൽ പോയി കുറേയൊക്കെ തൊട്ട് സെറ്റായിട്ട് ഇറങ്ങി. അപ്പോൾ ഇനി എങ്ങോട്ടെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ ടാറ്റാ.